എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് ഐറ്റത്തിൽ ഒന്നായിരിക്കില്ലേ പൊറോട്ടയും ബീഫും. വേറെ എന്ത് നമ്മൾ ഒഴിവാക്കിയാലും നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫും കണ്ടു കഴിഞ്ഞാൽ എത്ര കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിലും അതിന് മുമ്പിൽ വീണ് പോകുന്നു 100% ഉറപ്പാണ്. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കോമ്പിനേഷന്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊറോട്ട വിറ്റ് പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ തൃശ്ശൂർ പാവർട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഓൾമോസ്റ്റ് അവിടുത്തെ ഓരോ ഷോപ്പിലും 2000-ലേറെ പൊറോട്ടയാണ് ഒറ്റ ദിവസം കൊണ്ട് അവർ വിറ്റ് പോകുന്നത്. അപ്പോൾ പാവർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 കിടിലൻ പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്പോട്ടാണ് ഇന്ന് നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്പോട്ട് നമ്പർ 1 നമ്മുടെ സ്വന്തം പാങ്ങിലുള്ള ലിബർട്ടി ഹോട്ടലാണ്. ലിബർട്ടി പാവർട്ടിയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. പാവർട്ടിയിൽ മാത്രം ലിബർട്ടിക്ക് 2 ഷോപ്പ് ഉണ്ട്. ഒന്ന് കവലയിലും പാങ്ങിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഒറ്റ ഹോട്ടലിൽ മാത്രമാണ് കേട്ടോ 2000 പൊറോട്ട ഒരൊറ്റ ദിവസം വിറ്റുമാണ്. ചില സ്ഥലങ്ങളിലെ അവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും പൊറോട്ടയുടെ കണക്ക് കൂട്ടിയാൽ മാത്രമായിരിക്കും ചിലപ്പോൾ 2000 എത്തുണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ ആൾക്കാർ എത്രത്തോളം പൊറോട്ട ഒരു ദിവസം കഴിക്കുന്നുണ്ടെന്ന്. അത്രയും വികാരമാണ്, അത്രയും പ്രാന്താണെന്ന് പാവർട്ടിക്കാർക്ക് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊറോട്ടയും ബീഫാണ് ഇവിടുത്തെ മെയിൻ താരം. അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും കവലയിലുള്ള പാവർട്ടിയിൽ ഇത്ര സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി സൗകര്യമുള്ളത് പാങ്ങിലുള്ള ലിബർട്ടിയിലാണ്. അപ്പോൾ പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് ഇവിടെ ചിക്കൻ കറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പൊറോട്ട എങ്ങനെയുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട യാതൊരു കാര്യമില്ല. കാരണം പാവർട്ടിക്കാർക്ക് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണ്. നമ്മൾ സാധാരണ ഒരു പൊറോട്ട കഴിക്കുകയാണെങ്കിൽ അതിന് കൂടെ നമ്മൾ സൈഡായിട്ട് കുറച്ച് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പൊറോട്ടക്ക് കറിയുടെ യാതൊരു ആവശ്യമില്ല. വെറുതെ കഴിക്കാൻ തന്നെ കിട്ടിലും ടേസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ക്രിസ്പി പൊറോട്ടയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് ചുക്കു ബസാറിലുള്ള മാമാടെ കടയിലാണ്. എൻ്റെ വ്ളോഗിംഗ് കരിയറിലെ ആദ്യത്തെ സ്പോട്ടായിട്ട് ഞാൻ സെലക്ട് ചെയ്തതും ഇവിടെ തന്നെയാണ്. ഇതൊരു പഴയ റെസ്റ്റോറന്റ് ആണ്. ഒരുപാട് കാലമായിട്ട് പാവർട്ടി ഭാഗത്ത് നല്ലൊരു പൊറോട്ട കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവർക്ക് പോലും അറിയില്ല ഒരു ദിവസം എത്ര പൊറോട്ട കൊണ്ടുവന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എണ്ണാറൊന്നുമില്ല, ഓൾമോസ്റ്റ് ഒരു 5 ചാക്ക് മൈദ 1500-ലേറെ പൊറോട്ട ഒക്കെ സിമ്പിൾ ആയിട്ട് പോകുന്നതാണ് ഇവർ പറഞ്ഞത്. അപ്പൊ തന്നെ മനസ്സിലാക്കല്ലോ പാവർട്ടിക്കാർക്ക് പൊറോട്ട എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭ്രാന്താണെന്ന്. എന്റെ വ്ളോഗിംഗ് കരിയറിലെ ആദ്യത്തെ വൈറൽ വീഡിയോ ഈ ഒരു റെസ്റ്റോറന്റ് ആണ്. കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന 2 ഇക്കമാര് കൂടി നല്ല ഉഷാറോട് കൂടി പൊറോട്ട അടിക്കുന്ന സീനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറ്റൊരു സീൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അറിയും. പൊറോട്ടയും ബീഫും കഴിക്കാൻ വന്നതുകൊണ്ട് തന്നെ വേറെ എന്താ ഇവിടെ ഉള്ളതെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ നിന്നില്ല. 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിബർട്ടി പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള റെസ്റ്റോറൻറ്റിലൊന്നാണ് മാമാടെ കടയും. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരുപാട് പേര് സ്ഥിരമായിട്ട് ഇവിടുത്തെ പൊറോട്ട മാത്രം കഴിക്കണവരുണ്ട്. പൊറോട്ടക്ക് അവർ ചാർജ് ചെയ്യണത് 12 രൂപയാണ്. ബീഫ് റോസ്റ്റ് ആണെങ്കിൽ 130 രൂപയാണ് ചാർജ് ചെയ്യണത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ബീഫാണ്. നമ്മൾ പഞ്ഞി പോലത്തെ ബീഫ് എന്ന് പറയാം, അതുപോലത്തെ ബീഫാണ് ഇവർ സെർവ് ചെയ്യണത്. ജസ്റ്റ് വായ വെച്ച് കഴിഞ്ഞാൽ നമ്മ പോലും അറിയാണ്ട് അത് മെൽറ്റ് ആയി പോകും. കാരണം അത്ര കിടിലൻ ബീഫാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് വരുന്നത് പാവർട്ടി കവലയിലുള്ള മദീന ഹോട്ടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്പോട്ട് എന്ന് വെച്ചാൽ ലിബർട്ടി ഹോട്ടലായാലും മാമാടെ കടയായാലും ഈ 2 ഹോട്ടലിന്റെ കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ഹോട്ടലാണ് മദീന ഹോട്ടൽ. ഈ സ്പോട്ടിനും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട്. ഇവിടുത്തെ പൊറോട്ടയും ബീഫ് കീമും ബീഫ് റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബീഫ് കീമൊക്കെ 110 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. ബീഫ് റോസ്റ്റ് ആണെങ്കിൽ 100 രൂപയും പൊറോട്ടക്ക് 12 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതൊരു കൊച്ചു കടയാണ്, അധികം സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പൊറോട്ട എത്രത്തോളം പോകുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോ. 1500 പൊറോട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 1500 ഒന്നും ഒരു കണക്കേ അല്ല. അതൊക്കെ വളരെ നിസ്സാരമാണ്. 2000-ലേറെ പൊറോട്ടയാണ് ഒരു ദിവസം പോകണം. ഈ 3 സ്പോട്ട് ഇത് പൊറോട്ടയുടെ കണക്കിനെ കേൾക്കുമ്പോൾ പാവർട്ടിക്കാർക്ക് പൊറോട്ട എത്രത്തോളം വികാരമാണ് നമുക്ക് മനസ്സിലാവില്ലേ. അപ്പൊ നിങ്ങളൊരു നല്ലൊരു പൊറോട്ടയും ബീഫ് ലവർ ആണെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പാവർട്ടിയിൽ വരിക. ഈ 3 സ്പോട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന പാവർട്ടിക്കാരുണ്ടെങ്കിൽ പാവർട്ടിക്കാർ ഏറ്റവും കൂടുതൽ എവിടെ പോവാന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പാവർട്ടി പോലെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ഇതുപോലെ എല്ലാ നാട്ടിലും വന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോയോട് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.